ഒരു യുവതി ജോലി സ്ഥലത്ത് വച്ച് അതിക്രൂരമായിട്ട് ആക്രമിക്കപ്പെടുന്നു. ആക്രമിക്കപ്പെട്ടതിന് ശേഷം മാധ്യമങ്ങൾ അറിയെ തന്നെ അവൾ ചികിത്സയിലാകുന്നു, മരണപ്പെടുന്നു. പിന്നീട് അവളെക്കുറിച്ച് ഒരാൾ പോലും സംസാരിച്ചില്ല. സാധാരണഗതിയിൽ ഒരു മലയാളിക്ക് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ മാധ്യമങ്ങൾ അവിടെ വലിയ രീതിയിൽ കാവൽ നിൽക്കുന്ന കാഴ്ചകളാണ് കാണാറുള്ളത്. പക്ഷേ സുനിതയുടെ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു വിധി. തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഉണ്ടാകുന്നതിന് തൊട്ട് തലേ ദിവസമായിരുന്നു ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത്. അടിമുടി ദുരൂഹതയാണ് സുനിതയുടെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. സുനിത വെറുതെ അങ്ങ് മരിച്ചതല്ല, അവൾ കൊല്ലപ്പെട്ടതാണ്. അതിക്രൂരമായിട്ട് പീഡനത്തിന് ഇരയാകാൻ സാഹചര്യമുള്ള ഒരവസ്ഥയിലൂടെ കടന്നുപോയി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞു. പക്ഷേ അതിനുമപ്പുറത്തേക്ക് സുനിതയുടെ മരണത്തിൽ കൊട്ടേഷൻ ഉണ്ടോ എന്നതടക്കം ഉതകുന്ന ചില സംശയങ്ങൾ ഉയരുകയാണ്. എന്തായാലും ഏറെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ച മലയാളി നടിയായ പാർവതി തന്നെ രംഗത്തേക്ക് വരുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം ഈ വിഷയം നിസാരമായി തള്ളിക്കളയാനുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഇതിന് പിറകിൽ വലിയ നിഗൂഢതകളുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. ബാംഗ്ലൂരുവിൽ തെരുവ് നായ്ക്കളെ പാർപ്പിക്കുന്ന കേന്ദ്രത്തിൽ ജോലിക്കെത്തിയതിനിടെയാണ് വടാനപ്പള്ളി തളിക്കുളം പത്താംകല്ല് മാങ്ങാട്ട് സുനിത എന്ന് പറയുന്ന യുവതി കൊല്ലപ്പെടുന്നത്. സംഭവത്തിൽ വൈകാരിക പ്രതികരണവുമായിട്ട് പാർവതി തിരുവോത്ത് രംഗത്തെത്തി. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് സുനിതയുടെ കൊലപാതകത്തിലുള്ള ഞെട്ടലും അമർഷവും താരം പങ്കുവച്ചത്. ഉപദ്രവിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അയാൾ സുനിതയെ കൊന്നതെന്ന് പാർവതി പറയുന്നു. ഇതാദ്യമായല്ല അയാൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത്. ഇത് അയാളുടെ അവസാനത്തേതായിരിക്കണം എന്നാണ് പാർവതി ഈ വീഡിയോയിലൂടെ പറയുന്നത്. സുനിതയെ വ്യക്തിപരമായി അറിയാമെന്നും അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നും താരം കുറിക്കുന്നു. ലൈംഗിക അതിക്രമം തടുക്കുന്നതിന് ഇടയിലാണ് സുനിത അതിക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. മിണ്ടാപ്രാണികളോട് അളവറ്റ ദയ കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു സുനിതയെങ്കിലും അവളുടെ മരണത്തിൽ അത്തരമൊരു ദയ ഉണ്ടായിരുന്നില്ല എന്ന് ഓർത്തെടുക്കുകയാണ് പാർവതി. സുനിതയുടെ കുടുംബത്തിനും അവർ സംരക്ഷിക്കുന്ന നായ്ക്കൾക്കും തുടർ സംരക്ഷണവും പുനരധിവാസവും ഉറപ്പാക്കുന്നതിന് ഇടപെടലുണ്ടാകുമെന്നും താരം അറിയിച്ചു. പാർവതിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: സുനിത കൊല്ലപ്പെട്ടു. സുനിത വെറുതെ മരിച്ചതല്ല, അവൾ കൊല്ലപ്പെട്ടതാണ്. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും സ്നേഹസമ്പന്നയും ദയയും നിറഞ്ഞ സ്ത്രീകളിൽ ഒരാളാണ്. ലൈംഗിക അതിക്രമത്തെ ചെറുക്കുന്നതിനിടയിൽ സ്വന്തം കൊലയാളിയാൽ കൊല്ലപ്പെട്ടുവെന്ന് അറിഞ്ഞിരിക്കുന്നത്. അതറിഞ്ഞത് മുതൽ കണ്ണീരടക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അതാകട്ടെ അവളുടെ തൊഴിലുടമയായിരുന്നു എന്നത് വേദനിപ്പിക്കുന്നു. അയാൾ ഇപ്പോഴും അറസ്റ്റിലായി നീതിക്ക് മുന്നിൽ കൊണ്ടുവരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വിഷയം. എന്നാൽ ഇതിൽ നമ്മൾ അത്ഭുതപ്പെടുന്നുണ്ടോ? ഇല്ല. സുനിതയെ സ്നേഹിക്കുന്ന ഭർത്താവും 4 വയസ്സുള്ള മകനും അവശേഷിക്കുന്നു. അവൾ സംരക്ഷിക്കുകയും രക്ഷിക്കുകയും ചെയ്ത 167 നായ്ക്കളും. സുനിത ഇതിനു മുൻപും പലതവണ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കത്തിക്കുത്തിൽ നിന്നും 3ാം ഡിഗ്രി പൊള്ളലിൽ നിന്നുമൊക്കെ മറ്റ് പല അപകടങ്ങളിൽ നിന്നും അവൾ ചെറുത്തുനിന്ന് രക്ഷപ്പെട്ടവളാണ്. അവളുടെ കൊലയാളി തൻ്റെ സംരക്ഷണ കേന്ദ്രത്തിൽ ഒരു ശമ്പളം വാഗ്ദാനം ചെയ്തത് കൊണ്ടാണ് അവൾ ആ ജോലി സ്വീകരിക്കുന്നത്. തൻ്റെ കുടുംബത്തെയും അവൾ രക്ഷിച്ച നായ്ക്കളെയും സംരക്ഷിക്കാൻ അത് സഹായിക്കുമെന്നതുകൊണ്ടാണ് അവൾ അത് ചെയ്തതും. അവളുടെ ദയയുള്ള ഹൃദയം അവളെ മരണത്തിലേക്ക് നയിച്ചുവോ? ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതെന്നെ കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സുനിതയ്ക്ക് സംഭവിച്ചത് അതിയായ ദുരന്തമാണ്. അവളുടെ ഭർത്താവ്, 4 വയസ്സുള്ള മകൻ, അവൾ രക്ഷപ്പെടുത്തിയ ഏകദേശം 160 നായ്ക്കൾ എന്നിവരെയാണ് അവൾ ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ടുള്ളത്. അവരുടെ നിലവിലത്തെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി കുറച്ചു കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ദത്തെടുക്കാൻ കഴിയുന്ന നിലയിലുള്ള ചില നായ്ക്കളെ അവിടെ നിന്ന് ദത്തെടുപ്പിക്കാൻ ശ്രമിക്കും. ഈ ദുഷ്കരമായ സമയത്ത് സുനിതയുടെ കുടുംബത്തെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം. ആർക്കെങ്കിലും കുടുംബത്തെയോ അവർ സംരക്ഷിക്കുന്ന മൃഗങ്ങളെയോ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ അവളുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതാണ്. അതേസമയം ഈ മരണപ്പെട്ട സുനിത ആരാണെന്നറിയാമോ? കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് ജയിലിൽ VIP പര്യവേഷണം ലഭിക്കുന്നുണ്ട്, പരിഗണന ലഭിക്കുന്നുണ്ട് എന്നും മന്ത്രി ഗണേഷ് കുമാറുമായി ഈ പ്രതിക്ക് ബന്ധമുണ്ട് എന്നുമൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ള യുവതിയാണ് ഈ മരണപ്പെട്ട യുവതി. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന്റെ തലേ ദിവസം ബാംഗ്ലൂരുവിൽ വെച്ചാണ് സുനിത അതിക്രൂരമായി മർദ്ദനത്തിൽ ഇരയായി
മരണപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ വാർത്തകൾ അധികമൊന്നും വന്നില്ല. ജനങ്ങൾ ഈ കാര്യം അധികം മനസ്സിലാക്കിയുമില്ല. വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയവേ കഴിഞ്ഞ ദിവസമാണ് സുനിത മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു എന്നതിനെ കുറിച്ചോ അവർക്ക് നീതി കിട്ടി എന്നതിനെ കുറിച്ചോ അതിലുപരി അവൾ ക്രൂര കൊലപാതകത്തിനും ലൈംഗിക അതിക്രമത്തിനും ഇരയാകുന്ന സാഹചര്യമായിരുന്നു എന്നതിനെ കുറിച്ചോ ഒരുപക്ഷെ ഷെറിന് എതിരെ നൽകിയ വെളിപ്പെടുത്തൽ, അതിൻ്റെ ഭാഗമായുണ്ടായ പ്രതികാരം, പക തീർക്കൽ, അങ്ങനെയൊക്കെ പല വിധത്തിൽ കാണാൻ പറ്റുന്ന ഒരു കേസായിട്ട് പോലും സുനിതയുടെ മരണത്തെക്കുറിച്ച് ഇവിടെ ആരും സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കഴിഞ്ഞ വർഷം 2025 ഫെബ്രുവരി 7 സുനിത വൻ വെളിപ്പെടുത്തൽ നടത്തി രംഗത്തേക്ക് വരുന്നത്. ഈ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് 64 ആഴ്ചയും 2 ദിവസത്തിനും ശേഷം ബാംഗ്ലൂരുവിൽ വെച്ച് ഈ വെളിപ്പെടുത്തൽ നടത്തി 64 ദിവസവും 2 ആഴ്ചയ്ക്കും ശേഷം ബാംഗ്ലൂരുവിൽ വെച്ച് ലൈംഗിക അതിക്രമം തടയാൻ ശ്രമിക്കുന്നതിനിടെ അതിക്രൂരമായിട്ട് സുനിത കൊല്ലപ്പെടുന്നു. ശരീരമാസകലം പരിക്കേറ്റ അവർ വെന്റിലേറ്ററിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. തെരുവു നായ്ക്കളെ പരിപാലിക്കുന്ന ഷെൽട്ടർ ഹോമിലെ ജോലിക്കായിട്ടാണ് സുനിതയും മറ്റു 2 സ്ത്രീകളും അവിടെ എത്തിയത്. ജോലി മതിയാക്കി നാട്ടിലേക്ക് മടങ്ങാനിരിക്കവെയാണ് സുനിത മരണത്തിനിരയായത്. ഷെൽട്ടർ ഹോം ഉടമയായ മലയാളി ദീപക് കൃഷ്ണനാണ് സുനിതയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതെന്ന് വൈകാതെ തന്നെ പുറത്തു വന്നിരുന്നു. സുനിതയുടെ തലപിടിച്ച് പ്രതി ചുവരിൽ, അലമാരയിലൊക്കെ തുടർച്ചയായി ഇടിച്ചു. ഈ ഇടിയിൽ ആഘാതമേറ്റ് പരിക്കേറ്റ് നിലത്ത് വീണ അവരുടെ നെഞ്ചത്ത് ആവർത്തിച്ച് ചവിട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സുനിതയെ താൻ മർദ്ദിച്ചു എന്ന് സമ്മതിക്കുന്ന ദീപകിൻ്റെതെന്ന് തോന്നുന്ന ഓഡിയോ പുറത്തു വരികയും ചെയ്തിരുന്നു. വാടാനപ്പള്ളി സ്വദേശിയായ സുനിത വധശ്രമ കേസിൽ ശിക്ഷിക്കപ്പെട്ടാണ് അട്ടക്കുളങ്ങര ജയിലിലെത്തുന്നത്. ഇവിടെ ഷെറിനൊപ്പമായിരുന്നു സുനിതയും ഉണ്ടായിരുന്നത്. ജയിലിൽ മറ്റു തടവുകാർക്കുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ആ സൗകര്യമായിരുന്നില്ല ഷെറിനുള്ളതെന്നും സുനിത 2025 വെളിപ്പെടുത്തിയിരുന്നു. ഉന്നത ബന്ധങ്ങൾ മൂലം പരോളുകൾ അധികം ലഭിക്കുകയും ഗണേഷ് കുമാറുമായി ബന്ധമുണ്ട് എന്നതടക്കമുള്ള തുറന്നു പറച്ചിലായിരുന്നു ഷെറിൻ്റേത്. മേക്കപ്പ് സാധനങ്ങളും ഫോണും ഷെറിന് ജയിലിനകത്ത് അനുവദിച്ചു നൽകി. 2015 ഷെറിന്റെ സുഖവാസത്തിനെതിരെ പരാതി നൽകി. എന്നാൽ അന്നത്തെ ജയിൽ ഉദ്യോഗസ്ഥർ ഷെറിനെ സംരക്ഷിച്ചു. ജയിലിൽ DIG ആയിരുന്ന പ്രദീപിനും ഷെറിനുമായി ബന്ധമുണ്ടായിരുന്നു. ഷെറിനെതിരെ പരാതി നൽകിയതിന്റെ പേരിൽ ഭീഷണി നേരിട്ടു എന്നും അന്നവർ ആരോപിച്ചിരുന്നു. 2ാം പിണറായി സർക്കാരിൽ KB ഗണേഷ് കുമാർ മന്ത്രിയായ ശേഷമാണ് ഷെറിന് ശിക്ഷ ഇളവ് നേടി ലഭ്യമായത് എന്നും അവർ പുറത്തിറങ്ങിയതെന്നുമായിരുന്നു ആ വെളിപ്പെടുത്തലിന്റെ ബാക്കി. എന്നാൽ ശിക്ഷ ഇളവ് നേടുന്നതിന് 6 മാസം മുൻപ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വച്ച് വിദേശ തടവുകാരിയെ ഷെറിന് ആക്രമിച്ചു എന്ന വാർത്ത പുറത്തു വന്നു. ഈ സംഭവത്തിലും ഷെറിന് അനുകൂലങ്ങൾ ലഭിച്ചു എന്നാണ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നതെന്നാണ് സൂചനകൾ. സുനിതയുടെ കൊലപാതകം അതിക്രൂരമായിട്ട് തന്നെയാണ് എന്നത് ഇതിൽ നിന്ന് വ്യക്തം. ഷെറിന് ഈ കൊലപാതകത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നതാണ് ഇനി അറിയേണ്ടുന്നത്. മറിച്ച് മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ സുനിതയുടെ കൊലപാതകത്തിൽ പ്രതി ദീപക് കൃഷ്ണ കൊടും ക്രിമിനലാണെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. ഈ സംഭവത്തിൽ ഇയാൾക്കെതിരെയുള്ള തിരച്ചിൽ നടത്തുന്നതിനിടെ പ്രതിയെ കന്യാകുമാരിയിൽ നിന്ന് പിടികൂടിയെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കൊല്ലം മുളങ്കാടകം സ്വദേശിയായ ദീപക് ബാംഗ്ലൂരിൽ തെരുവുനായ്ക്കളെ സംരക്ഷിക്കുന്ന ഷെൽട്ടർ ഹോം നടത്തി വരികയായിരുന്നു. ഷെൽട്ടർ ഹോമിൽ മറ്റു 2 യുവതികൾക്കൊപ്പം ജോലിക്കെത്തിയതായിരുന്നു സുനിത. ഈ സുനിതയെ ലൈംഗികാതിക്രമം ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് തടഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് സുനിത അതിക്രൂരമായി ദീപകിൻ്റെ ആക്രമണത്തിന് ഇരയാകേണ്ടി വന്നത്. ദീപക് കൃഷ്ണൻ സുനിതയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്ന വാർത്ത പിന്നീട് നമ്മൾ കേട്ടു. നായ വളർത്തൽ കേന്ദ്രത്തിലെ വലിയ പറമ്പിന് നടുവിലെ ചെറിയൊരു വീട്ടിൽ 16 നായ്ക്കളാണ് ഉണ്ടായിരുന്നത്. സുനിതയ്ക്കൊപ്പം ബന്ധുവായ പെൺകുട്ടിയും ചന്ദ്ര പിന്നി സ്വദേശിയായിട്ടുള്ള യുവതിയുമായിരുന്നു ഉണ്ടായിരുന്നത്. യുവതി ദീപക് മോശമായി പെരുമാറാൻ തുടങ്ങിയപ്പോൾ ജോലി മതിയാക്കി തിരിച്ചു പോകാനായിരുന്നു ഇവരുടെ തീരുമാനം. ഇതോടെയാണ് ദേഹോപദ്രവങ്ങൾ തുടങ്ങിയത്. നാട്ടിലേക്ക് മടങ്ങുകയാണ് എന്ന വിവരം മെയ് 3 വൈകിട്ട് ഇവർ ദീപകിനെ അറിയിച്ചതിന് പിന്നാലെയാണ് മൃഗീയമായിട്ടുള്ള ഉപദ്രവങ്ങൾ അയാൾ തുടങ്ങുന്നത്. സുനിത അബോധാവസ്ഥയിലായപ്പോൾ മറ്റു 2 പെൺകുട്ടികൾക്കൊപ്പം വീട്ടിൽ പൂട്ടിയിട്ട് ദീപക് പുറത്തേക്ക് പോയി. ഇവർ പോലീസിനെ വിവരമറിയിച്ചപ്പോൾ 2 പോലീസുകാർ അന്വേഷിച്ചെത്തി പൂട്ട് തുറന്ന് അകത്തു കയറിയപ്പോൾ കണ്ട കാഴ്ച
അതിഗുരുതരമായിരുന്നു. സുനിതയുടെ മുഖം പോലും മനസ്സിലാകാത്ത രീതിയിലുള്ള അതിക്രമം. ഉടൻ തന്നെ പോലീസ് സുനിതയെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. വിവരമറിഞ്ഞ് ഭർത്താവ് ഷിൻഡോ ബാംഗ്ലൂരുവിലെത്തി ഭാര്യയെ തൃശൂരിലെത്തിക്കുകയായിരുന്നു. ദീപക് കൃഷ്ണ കൊടും ക്രിമിനലാണെന്നും തട്ടിപ്പുകാരനാണെന്നും പിന്നീട് വിവരങ്ങൾ പുറത്തു വന്നു. 2017 ദുബായിൽ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത ശേഷം ദീപക് വ്യാജ പാസ്പോർട്ടിൽ ഇന്ത്യയിലേക്ക് കടന്നു എന്നാണ് പിന്നീട് പോലീസ് കണ്ടെത്തിയത്. കൊച്ചി വൈറ്റില പൊന്നുരുന്നിയിലുള്ള വെറ്റിനറി ആശുപത്രിയിൽ ആക്രമണം നടത്തിയതിനും 500 രൂപ നോട്ടുകൾ കീറിയെറിഞ്ഞതിനും ദീപകിന് എതിരെ കേസുമുണ്ട്. ഇതിനു പുറമെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തും ഇയാൾക്കെതിരെ കേസുണ്ടെന്നാണ് വിവരം. എന്തായാലും സുനിതയ്ക്ക് സംഭവിച്ചത് ഒരു ലൈംഗിക അതിക്രമം തടഞ്ഞതിൻ്റെ ഭാഗമായിട്ടുള്ള മരണമാണോ അതോ മറിച്ച് ഷെറിൻ അവരുടെ ഒരു പങ്ക് ഇതിലുണ്ടോ എന്നതടക്കം സംശയമായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ്. എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു വാർത്താ പ്രാധാന്യം കിട്ടിയില്ല എന്നുള്ളതും വളരെ സുപ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്.